ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ അജന്ത. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആളുകളാണ് നമ്മൾ മലയാളികൾ അല്ലേ? മലയാളം മാത്രമല്ല, അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനും മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ നമുക്കറിയാം. സംസാരിക്കാൻ മാത്രം പല സാഹചര്യങ്ങളിലും അത്ര ആത്മവിശ്വാസം പോരാ എന്നേ ഉള്ളൂ. എങ്ങനെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം? നല്ലോണം വായിച്ചാൽ മതി. കിട്ടുന്ന പേപ്പറുകളെല്ലാം വായിക്കുക. എന്താ ഡോക്ടർ പതിവില്ലാതെ മെഡിക്കൽ ടിപ്സ് പറയേണ്ട സമയത്തിരുന്ന് വായിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് അല്ലേ? കിട്ടുന്ന സാധനം എല്ലാം വായിക്കുന്ന കൂടെ നമ്മൾ പലപ്പോഴും പല മരുന്നുകളും പാക്കറ്റ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് പുറത്ത് വരുന്ന കാര്യങ്ങളും ഒന്ന് വായിച്ച് നോക്കണേ. ഞാൻ ഇന്ന് 1-2 മരുന്നുകൾ കാണിക്കാം. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ കണ്ടൻസ്. ഇതേ ബ്രാൻഡ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ. ആൻറ്റിബയോട്ടിക് ബോട്ടിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും. ആൻറ്റിബയോട്ടിക്സ് പല സാഹചര്യത്തിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഈ പാക്കറ്റ്സിൻ്റെ പുറത്ത് നിന്ന് വായിച്ചിട്ടുണ്ടോ? പല ഡയറക്ഷൻസ് നമ്മൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. ഒരു ബോട്ടിൽ എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ എന്തായിരിക്കും റെഡ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത്? റെഡ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ഡ്രഗ് ആണ്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മളിത് യൂസ് ചെയ്യരുത്, അത് അപകടങ്ങൾ ഉണ്ടാക്കും, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ്. ആരൊക്കെ ഇത് കേൾക്കുന്നു? ഒരു പനി ചുമ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ നേരെ പഴയ ഡോക്ടർ എഴുതി തന്ന കുപ്പിയായിട്ട് പോകും മെഡിക്കൽ സ്റ്റോറിൽ. എനിക്ക് ഈ മരുന്ന് തന്നാൽ മതി, ഇത് കൊടുക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചുമ മാറുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് മാത്രമല്ല, ഇങ്ങനൊരു മെഡിസിൻ കിട്ടുമ്പോഴത്തേനും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും നോക്കിയിരിക്കണം. ടോപ്പിലുണ്ട്, നിർബന്ധമായിട്ട് എക്സ്പയറി ഡേറ്റ്സ് നോക്കിയിരിക്കണം. മാനുഫാക്ചറിങ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പയറി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്തത് ഇതിൻ്റെ അളവ്. 5 ml കണ്ടെയ്ൻസ് 50 mg എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് അളവ്, എത്ര അളവിലാണ് ഈ മെഡിസിൻ ഉള്ളതെന്ന് അറിയാനായിട്ട്. കാരണം ഇത് സെഫിക്സിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ്റാണ്, ഈ മരുന്നാണ്. അത് 100ൻ്റെ അളവിലും അടങ്ങിയിട്ട് വരുന്നുണ്ട്, 50യുടെ അളവിലും വരുന്നുണ്ട്. ടാബ്ലറ്റ്സ് ഒക്കെയാണ് 200 ഉണ്ട്. അപ്പോൾ എത്രയാണ് ഡോക്ടർ തന്നിരിക്കുന്നത്? എവിടുന്നേലും ആരുടെ മിസ്റ്റേക്കും വലിയ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ഡോക്ടർ എഴുതി തന്നത് തന്നെയാണോ നിങ്ങൾക്ക് പലപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതെന്ന് ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷേ എന്നാലും അഥവാ സംഭവിച്ചാൽ നമ്മളായിരിക്കും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 30 ഡിഗ്രിയിലെ മേളിൽ ഈ സാധനം സൂക്ഷിക്കാൻ പാടില്ല, മാക്സിമം 30 ഡിഗ്രി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ പൗഡറിനെ പറ്റിയിട്ടാണ് പറയണത്. അതെല്ലാവർക്കും അറിയാം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ താഴെയായിരിക്കും പലപ്പോഴും. അപ്പോൾ ഈ ഒരു ചൂടിലൊക്കെ നമ്മുടെ ഈ സാധനം വെച്ചിരിക്കാവുള്ളൂ. നമ്മുടെ വീടിനകത്ത് വെച്ചാൽ സേഫാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ സൈഡിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇത് മിക്സ് ചെയ്യണം. എല്ലാവർക്കും അറിയാം, ആൻറ്റിബയോട്ടിക്സ് പലപ്പോഴും നമുക്ക് സസ്പെൻഷൻ ഫോമിലാണ് കിട്ടുക. അതായത് ഒരു പൗഡർ ഉണ്ടാവും, അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അതായത് ഒരു പൗഡറാണ്, ഈ പൗഡർ ഉണ്ടാവും. പിന്നെ അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡിസ്റ്റിൽ വാട്ടറും ഉണ്ടാവും ഇതിനകത്ത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 20 ml എന്ന് എഴുതിയിട്ടുണ്ട്. 20 mlൻ്റെ ഒരു ഡിസ്റ്റിൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. പലപ്പോഴും പല ആളുകളും ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ എടുക്കുന്നത് ഈ ഡിസ്റ്റിൽ വാട്ടർ ഫുള്ള് ബോട്ടിലും പൊട്ടിച്ച് ഈ ബോട്ടിലിലേക്ക് അങ്ങ് ഒഴിക്കും, എന്നിട്ട് നല്ലോണം അങ്ങ് കുലുക്കും. ഇങ്ങനെ അല്ല കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതിനകത്ത് ഒരു മാർക്കുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഇത് കാണാൻ പറ്റും എന്നെനിക്കറിയില്ല. ഈ ബോട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു മാർക്കുണ്ട്, ഈ ഒരു കണ്ടോ റൗണ്ട്. ഈ ഭാഗം വരെ മാത്രമേ ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കാൻ പാടുള്ളൂ. ഇവർ ഈ ഡയറക്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒഴിക്കുക, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ അളവൊന്ന് ചെറുതായിട്ട് താഴോട്ട് താഴും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് മിക്സ് ചെയ്ത സൊല്യൂഷൻ ഈ പാടിൻ്റെ, ഈ മാർക്കിൻ്റെ തൊട്ട് താഴെ നിൽക്കണം. ഓക്കെ, ഇതാണ് ഇത് മിക്സ് ചെയ്യേണ്ട രീതി. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, മിക്സ് ചെയ്യേണ്ടത് വരെ ഒരു 50% ആളുകളും ശരിയാക്കാറുണ്ട്. പക്ഷേ ഇനി അടുത്തൊരു പരിപാടിയുണ്ട്. ഇവർ പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കുലുക്കിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. പണ്ടൊരു തമാശയിലെന്തോ, ചളിയായിരിക്കും, എല്ലാവരും പറഞ്ഞ് കേട്ട് മടുത്ത സാധനമായിരിക്കും. ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലോണം കുലുക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാമെന്ന്. അപ്പാപ്പൻ എഴുതി കൊടുത്ത മരുന്ന് അപ്പാപ്പനെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത അപ്പാപ്പനെ നല്ലോണം ഇട്ട് കുലുക്കിയിട്ട് ലാസ്റ്റ് മരുന്ന് ഒരു 5 ml എടുത്ത് കൊടുക്കുന്ന പരിപാടി അതല്ല ഉദ്ദേശിച്ചത്. ഇത് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ സൊല്യൂഷൻ, ഈ സസ്പെൻഷൻ നല്ലോണം ഒന്ന് കുലുക്കിയ ശേഷം വേണം അളവിനനുസരിച്ച് ഒഴിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് എവിടെ വയ്ക്കണം എന്ന് ഈ
മിക്സ് ചെയ്ത സൊല്യൂഷൻ ഒരു കാരണവശാലും ഇപ്പം ഇതിനകത്ത് പടത്തിനകത്ത് നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഫ്രീസറിൻ്റെ പടത്തിൻ്റെ മേലിലാണ് ഒരു റെഡ് ഒരു ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഫ്രീസറിൻ്റെ അതിനകത്ത് ഒരു ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്യരുതെന്നാണ്. ഫ്രീസറിൽ വെച്ച് കട്ട പിടിപ്പിക്കരുത്. പിന്നെ ഇത് എവിടെ സ്റ്റോർ ചെയ്യണം? ഇത് 2 ഡിഗ്രി സെൽഷ്യസിനും 7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വേണം ഇതിൻ്റെ ടെമ്പറേച്ചർ ഇരിക്കാൻ എന്നാണ്. ഒട്ടുമിക്ക എല്ലാ ആൻറ്റിബയോട്ടിക്സും ഫ്രിഡ്ജിൽ ഈ 2 ഡിഗ്രിക്കും 7 ഡിഗ്രിക്കും ഇടയിൽ സൂക്ഷിക്കണം മിക്സ് ചെയ്ത ശേഷം എന്നാണ് ഡയറക്ഷൻ. പക്ഷെ പല ആളുകളും ഇതറിയാതെ മിക്സ് ചെയ്ത് പുറത്ത് സാധാ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ 2 ഡിഗ്രിക്കും 7 ഡിഗ്രിക്കും ഇടയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ നമ്മുടെ ഡോർ സൈഡിലാണ് ഇത് വെക്കേണ്ടത്. കേൾക്കുന്നത് പല ആളുകളെ ആദ്യത്തെ അറിവ് തന്നെ ആയിരിക്കും ചില ആളുകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച ആളുകൾക്കറിയാം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പം ഈ സസ്പെൻഷന് കളർ അങ്ങ് മാറും. സാധാരണ ചിലപ്പോൾ ഇത് പൗഡർ കലക്കിയ ശേഷം വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ ഇതൊരു യെലോയിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറൊക്കെ ആവും ലാസ്റ്റ് ഇത് എടുക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് കേടായതാണ്. ഒരു കാരണവശാലും മിക്സ് ചെയ്ത് പുറത്ത് വെച്ച ശേഷം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രിഡ്ജിൽ ഡോർ സൈഡിൽ വെച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇത് കുറേ ആളുകൾക്കൊക്കെ അത്ഭുതത്തോടെ ഞെട്ടലോടുകൂടി നോക്കിയിരിക്കുന്നതല്ലോ അല്ലേ. ഇനി ഒരു ചെറിയൊരു മരുന്നിൻ്റെ ഒരു ഡയറക്ഷനോടെ പറഞ്ഞു നിർത്താം. അടുത്തത് ആൽബൻഡസോൾ സസ്പെൻഷൻ. ആൽബൻഡസോൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും കേട്ടിട്ടുണ്ട്, നമ്മുടെ വിരമരുന്ന്. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം ഈ മരുന്നിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലാസ്റ്റ് റെഡിൽ എഴുതിയിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മെഡിസിൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല, ലൈറ്റ് അടിക്കാൻ പാടില്ല, ഈർപ്പം നനയാൻ പാടില്ല. തൊട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്, വായിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. പ്രഗ്നൻസിയിൽ ഒരു കാരണവശാലും ഈ മരുന്ന് കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ അറിയാമായിരുന്നോ ആർക്കെങ്കിലും ആൽബൻഡസോള് വേറെ മരുന്ന് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല എന്ന്? പ്രഗ്നൻസിയിൽ 3rd ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. 1st, 2nd തീർച്ചയായും കൊടുക്കാൻ പാടില്ല. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഭയങ്കര കാര്യമായി ബാധിക്കുന്ന ഒരു സാധനമാണ് ഈ ആൽബൻഡസോള് പ്രഗ്നൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു കോമൺ അറിവുകളാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതൊരിക്കലും ഒരു ഡോക്ടറോ നഴ്സോ ഫാർമസിസ്റ്റോ ഒന്നും അല്ല അറിയേണ്ടത്, എല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പം ഈ പാക്കറ്റ് കവറോട് കൂടിയൊക്കെ അല്ലേ കാണിച്ചേ? പല ക്ലിനിക്കുകളിലും ഈ കവറും പാക്കറ്റ്സും അല്ലെങ്കിൽ ബില്ലും ഒരു രേഖയില്ലാതെ കുറേ മിഠായി പൊതിഞ്ഞ് തരുന്ന പോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കുന്ന രീതികളും ഉണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള മരുന്നുകൾ ഒരു സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിക്കാൻ പാടില്ല. ഗവൺമെൻറ് തന്നെ അത് നിർത്തലാക്കിയിട്ടുണ്ട്. എല്ലാം ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്ങും എക്സ്പയറി ഡേറ്റും ഒക്കെ മെൻഷൻ ചെയ്ത് അല്ലെ പാക്കറ്റോട് കൂടി മാത്രമേ കൊടുക്കാവുള്ളൂ. എന്നാലും പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള മരുന്നുകൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നിർബന്ധമായിട്ട് അതിൻ്റെ പാക്കറ്റ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൽ ഡയറക്ഷൻ അനുസരിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, സീ യു, ബൈ.